വെസ്റ്റ് ബംഗാളിൽ നിരന്തരം ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണമുണ്ടാകുന്ന ഒരു സംസ്ഥാനമാണ്. സ്വാഭാവികമായിട്ടും വെസ്റ്റ് ബംഗാളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ കുടിയേറി പാർക്കുന്നത് ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമാണ്. വെസ്റ്റ് ബംഗാളും ബംഗ്ലാദേശും അതിർത്തി പങ്കിടുന്ന വെസ്റ്റ് ബംഗാളിലെ 6 ജില്ലകളിൽ ഇവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ വായിച്ചതാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഇവരെ പിടിച്ച് പുറത്താക്കാനുള്ള നീക്കം ഇപ്പോൾ കേന്ദ്ര സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആരംഭിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം കേന്ദ്ര സർക്കാർ മുന്നിൽ കാണുന്നുണ്ട്. അതൊരു കലാപമായി മുന്നേറാം, ആ കലാപം വലിയ രീതിയിലുള്ള ഒരു വർഗീയ കലാപമായി മാറ്റാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാം. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇതിനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു ഷോ ഓഫ് നമുക്ക് കാണാനായി സാധിക്കും ഈ വിഷയത്തിൽ. എന്തായാലും മമതാ ബാനർജിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കാണ് ഇവർ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം BJP ഒരു പടി മുന്നിലേക്ക് എറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് BJP ഇപ്പോൾ CAA ഹെൽപ്പ് ഡെസ്കുകൾ അവിടെ തുടങ്ങിയിരിക്കുന്നു. അതായത് വോട്ടർ പട്ടിക ഇപ്പോൾ പുനഃക്രമീകരിക്കുമ്പോൾ അതിൽ നിന്ന് പുറത്താകുന്നവരിൽ ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കുടിയേറി പാർത്ത ഹിന്ദുക്കളും ഉണ്ടാകാം. ആ ഹിന്ദുക്കൾക്ക് CAA പ്രകാരം ഇവിടെ പൗരത്വം കൊടുക്കാൻ പോവുകയാണ്. ആ പൗരത്വം കൊടുക്കാനുള്ള ഹെൽപ്പ് ഡെസ്കുകൾ, ആ റെഫ്യൂജീസിന് ഹെൽപ്പ് ഡെസ്കുകളാണ് ഇവർ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി വന്ന മുസ്ലിങ്ങൾക്ക് തിരിച്ച് ബംഗ്ലാദേശിൽ തന്നെ പോയി ജീവിക്കാൻ സാധിക്കും. എന്നാൽ കുടിയേറി വന്ന ഹിന്ദുക്കൾക്ക് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും. അവിടെ വലിയ ന്യൂനപക്ഷ വേട്ട നടക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ നമുക്കറിയാം. ബംഗ്ലാദേശിൽ വലിയ ഹിന്ദു വംശഹത്യ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ അവർ സേഫ് അല്ല. അങ്ങനെയുള്ളവരെ ചൊല്ലിയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള CAA ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ പാകിസ്ഥാനിൽ ഒരു ഹിന്ദുവിന് ജീവിക്കാൻ ഒട്ടും സേഫ് അല്ലാത്തൊരു ഒരു രാജ്യമാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഹിന്ദുക്കൾ വരുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് അഭയം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നറിയാം. എന്തായാലും അങ്ങനെയുള്ള സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉടലെടുത്തിരിക്കുന്നത്. പിന്നെ പോരാത്തതിന് ഈ CAA ഹെൽപ്പ് ഡെസ്ക് അവർ രൂപീകരിച്ചിരിക്കുമ്പോൾ അവർ മുന്നിൽ വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ കാണുന്നുണ്ട്. അതായത് ഈ റെഫ്യൂജികളായിട്ടുള്ള ഹിന്ദുക്കളെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന റോഹിംഗ്യൻസ് ആക്രമിക്കാനുള്ളൊരു സാധ്യത അവർ മുന്നിൽ കാണുന്നു. അപ്പോൾ അതിനെല്ലാം തടയിടാനുള്ള ശക്തമായിട്ടുള്ള നീക്കമാണ് അവിടെ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോഴിതാ ഈ റെഫ്യൂജീസിനെ അസിസ്റ്റ് ചെയ്യാനാണ്, അതായത് റെഫ്യൂജീസിന് കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാനാണ്, അടിയന്തര സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനാണ് ഇപ്പോൾ ഈ CAA ഹെൽപ്പ് ഡെസ്കുകൾ അവിടെ തുറന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.